PSC അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് 2020 ജൂൺ 15 PSC ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുള്ള ആനുകാലിക ചോദ്യങ്ങളാണ്. എല്ലാ ചോദ്യങ്ങളും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കണേ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഛത്തീസ്ഗഡിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന അജിത് ജോഗി അന്തരിച്ചു. ഇവിടുത്തെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? അജിത് ജോഗി. അതുപോലെ തന്നെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മൾ ഏകദേശം ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ഇതും കൊണ്ട് ജൂൺ തീരും. ജൂലൈ വരെ കംപ്ലീറ്റ് ആണ് കേട്ടോ. നാളെ ഞാൻ ഓഗസ്റ്റ് തരാം. മാർച്ച് 6 മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഈ 2020 കറണ്ട് അഫേഴ്സ് PSC ബുള്ളറ്റിൻ ബേസ് ചെയ്തുള്ള കറണ്ട് അഫേഴ്സ് ഫുള്ള് തന്നിരിക്കും കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ പഠിച്ചെടുത്തോണം. ഇതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള കറണ്ട് അഫേഴ്സുകളും നോക്കിക്കോണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. മഹാരാഷ്ട്ര ഫുട്ബോൾ ടീം ക്യാപ്റ്റനും സന്തോഷ് ട്രോഫി താരവുമായിരുന്ന ഹംസക്കോയ കോവിഡ് ബാധയെ തുടർന്ന് അന്തരിച്ചു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ബഹിരാകാശ സഞ്ചാര മേഖലയിലെ പുതുചരിത്രമായി സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ പേടകം നാസയുടെ 2 യാത്രികരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ വിജയകരമായി എത്തിച്ചു. ഇതിൻ്റെ പേരെന്താണ്? ഈ ദൗത്യത്തിൻ്റെ പേരെന്താണ് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. നമ്മൾ പഠിച്ചതാണ് കഴിഞ്ഞ ജൂൺ 1 ബുള്ളറ്റിനിൽ. അപ്പോൾ അതിൻ്റെ ഒന്ന് കമൻറ്റ് ബോക്സിൽ എന്താണെന്നുള്ളത്, ആ ദൗത്യത്തിൻ്റെ പേരെന്താണ് എന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് എഴുതിക്കോ കേട്ടോ. 2020 ജൂൺ 1 ഇന്ത്യൻ സമയം രാവിലെ 12:52 ഫ്ലോറിഡയിലെ കേപ്പ് കനവാലിയിൽ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് പുറപ്പെട്ട് 19 മണിക്കൂർ കൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിയത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ക്രൂ ഡ്രാഗൺ പേടകം, അതിൻ്റെ ദൗത്യത്തിൻ്റെ പേര്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 പേരെ പഠിച്ചു. അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഒരു പ്രൈവറ്റ്, അതായത് സ്വകാര്യ വ്യക്തിയാണത് ബഹിരാകാശത്ത് ആളെ എത്തിക്കുന്നത്. അതൊരു പ്രത്യേകത കേട്ടോ. പഠിച്ചതല്ലേ. ബോളിവുഡ് സംഗീത സംവിധായകനായ വാജിദ് ഖാൻ കോവിഡ് ബാധയെ തുടർന്ന് മരിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കോ. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയിൽ മൈ ലൈഫ് മൈ യോഗ ഓർ ജീവൻ യോഗ എന്ന പേരിൽ ഒരു വീഡിയോ ബ്ലോഗിംഗ് മത്സരം. അപ്പം മൈ ലൈഫ് മൈ യോഗ, അത് ഒന്ന് പോയിന്റ് നോട്ട് ചെയ്തു. നിവീഷ് കുമാർ ഫിൻലാൻഡിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായി. ഫിൻലാൻഡിലേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡർ നവീഷ് കുമാർ. UK-യിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണറാണ് ഹൈക്കമ്മീഷണറാവും ആര്? ഗായത്രി ഐ കുമാർ. അപ്പോൾ UK-യിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ ഹൈക്കമ്മീഷണർ ആരാണ്? ഗായത്രി ഐ കുമാർ. തൻ്റെ വിദ്യാഭ്യാസത്തിനായി കരുതി വെച്ച 5 ലക്ഷം രൂപ ലോക്ക്ഡൗൺ സമയത്ത് പാവപ്പെട്ടവർക്ക് നൽകാൻ പിതാവിനെ പ്രോത്സാഹിപ്പിച്ച നേത്ര എന്ന 13-കാരിയെ, മധുര തമിഴ്നാടുകാരിയാണ് കേട്ടോ, ഐക്യരാഷ്ട്രസഭയുടെ UNADAP ഗുഡ്വിൽ അംബാസിഡർ ടു ദ പുവർ ആയി തിരഞ്ഞെടുത്തു. UN ഗുഡ്വിൽ അംബാസിഡർ ടു ദ പുവറായി, ഗുഡ്വിൽ അംബാസിഡർ ടു ദ പുവറായി ആരെ തിരഞ്ഞെടുത്തു? നേത്ര എന്ന 13-കാരിയെ, തമിഴ്നാടുകാരി, മധുര. ഓക്കെ, 5 ലക്ഷം രൂപ ലോക്ക്ഡൗൺ സമയത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് പിതാവിനെ പ്രോത്സാഹിപ്പിച്ചു. സ്വകാര്യ ബസ് ചാർജ് നിരക്ക് വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാനായി ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷനെ കേരള സർക്കാർ നിയോഗിച്ചു. രാമചന്ദ്രൻ കമ്മീഷൻ സ്വകാര്യ ബസ് ചാർജ് നിരക്കുമായി ബന്ധപ്പെട്ടതാണ്. രാമചന്ദ്രൻ കമ്മീഷൻ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. ഓൺലൈൻ സ്കൂൾ ക്ലാസുകൾ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓൺലൈൻ എന്ന പേരിലൊരു പദ്ധതി ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ഓൺലൈൻ സ്കൂൾ ക്ലാസുകൾ ജില്ലയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉറപ്പാക്കാനായിട്ട് ഓൺലൈൻ. കെ ഫോൺ 2020 സൗജന്യ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനും അതോടൊപ്പം ഇൻ്റർനെറ്റ് ഒരു മൗലിക അവകാശമാക്കാനുമുള്ള ആദ്യ സംസ്ഥാനമായി ഏത്? നമ്മുടെ കേരളം. കെ ഫോൺ 2020 അല്ലേ, 2020 സൗജന്യ ഇൻ്റർനെറ്റ് ലഭ്യമാക്കാനും. അത് ആ പോയിന്റ് നമുക്കെല്ലാവർക്കും അറിയാം. കേൾക്കുമ്പോൾ തന്നെ ഈ നെറ്റ് കണക്ഷനൊക്കെ ആകുമ്പോഴത്തേനും നമ്മളത്
പഠിച്ചു വെക്കും അല്ലേ? കെ ഫോൺ, കുഞ്ഞു ഫോൺ നോത്താൽ മതി. കെ ഫോൺ 2020. അപ്പം ഇൻ്റർനെറ്റ് ഒരു മൗലിക അവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനം. കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ചാരാ? കേരള ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ കോച്ച് ടിനു യോഹന്നാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ട്രൈബൽ വൈസ് ചാൻസലറായി ഇത് നമ്മൾ പഠിച്ചതല്ലേ? ഇന്ത്യയിലെ ആദ്യ വനിതാ ട്രൈബൽ വൈസ് ചാൻസലറായി സൊനാജെരിയ മിൻസ് നിയമിതയായി. ഇന്ത്യയിലെ ആദ്യ വനിതാ ട്രൈബൽ വൈസ് ചാൻസലർ സൊനാജെരിയ മിൻസ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും ഗർഭിണികൾക്കും കുട്ടികൾക്കും മാനസിക പിന്തുണ നൽകാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ്. കൂടെയുണ്ട് അംഗൻവാടികൾ. ഓക്കെ. കേരള ബിവറേജസ് കോർപ്പറേഷൻ്റെ ഓൺലൈൻ മദ്യ വിതരണ ആപ്ലിക്കേഷൻ ബെവ്ക്യൂ. കേരള ബിവറേജസ് കോർപ്പറേഷൻ്റെ ഓൺലൈൻ മദ്യ വിതരണ ആപ്ലിക്കേഷനാണിത് ബെവ്ക്യൂ. രൂപകൽപ്പന ചെയ്ത കമ്പനി ഏതാണ്? അത് ഫെയർകോഡ് കമ്പനിയാണ്. മലപ്പുറം ജില്ലയിലെ ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡിൽ 2ാം സ്ഥാനം നേടി. 1ാം സ്ഥാനം നമ്മൾ പഠിച്ചത് ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഒരു തിരുവനന്തപുരം ജില്ലയിലെ ആണല്ലേ? അതൊന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിക്കും. കുടുംബാരോഗ്യ കേന്ദ്രം ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ഏത് കുടുംബാരോഗ്യ കേന്ദ്രമാണ്? നമ്മൾ പഠിച്ചതാണ്. മലപ്പുറം ജില്ലയിലെ ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡിൽ 2ാം സ്ഥാനം നേടി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. പുഴനാടാണ്. ഇനി അത് ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിലോ. ആദ്യത്തെ ദൗത്യത്തിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്തു കേട്ടോ. പുഴനാട്. ആൻസർ പുഴനാടാണ്. ഫസ്റ്റ് പുഴനാട്, രണ്ടാമത്താണ് ചോക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം. 2020-21 അധ്യയന വർഷം സംസ്ഥാന സർക്കാർ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന പാഠ്യപദ്ധതി ഫസ്റ്റ് ബെല്ലാണ്. കോവിഡ്-19 പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ കഴിയാത്തതിനാൽ വിദ്യാർത്ഥികൾക്ക് പഠനം ഓൺലൈൻ മാധ്യമത്തിലൂടെ. അപ്പോൾ ഫസ്റ്റ് ബെല്ല് അതൊക്കെ നമ്മൾ കേട്ട് നമുക്കറിയാവുന്നൊരു പോയിന്റ് തന്നെയാണ്. ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 1 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിനായി 12 DTH ചാനൽ, അതായത് ഡിഷ് ചാനൽ 12 അല്ലേ? 12 DTH ചാനൽ ആരംഭിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് 1 ക്ലാസ് 1 ചാനൽ പ്ലാൻ. 1 ക്ലാസ് ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ 1 to 12 വരെയുള്ള വിദ്യാർത്ഥികളുടെ പഠനത്തിനായി 12 DTH ചാനൽ ആരംഭിക്കാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി 1 ക്ലാസ് 1 ചാനൽ പ്ലാൻ. അമേരിക്കയിലെ മിന്നൽ പോലീസിൽ കറുത്തവർഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി. അമേരിക്കയിലെ മിന്നൽ പോലീസിൽ കറുത്തവർഗക്കാരനായ ജോർജ് ഫ്ലോയിഡിനെ പോലീസ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനെതിരെ US-ൽ വൻ പ്രതിഷേധം. കറുത്തവർഗക്കാരനായിട്ട് അതുമായി ബന്ധപ്പെട്ടതാണ്. ഇത് നമ്മുടെ ക്വസ്റ്റ്യനാണ് കേട്ടോ, ആദ്യഘട്ട പരീക്ഷയിലല്ലേ. ഇന്ത്യക്കാരിയായ കൃതിക് പാണ്ഡെ രചിച്ച ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്ക് എന്ന കൃതിക്ക് ഏഷ്യൻ മേഖലയ്ക്കുള്ള വിഭാഗത്തിൽ 2020 കോമൺവെൽത്ത് ഷോർട്ട് സ്റ്റോറി പുരസ്കാരം ലഭിച്ചു. ഇത് ആദ്യഘട്ടത്തിലെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു പോയിന്റ് തന്നെയാണ് ഇത്. കൃതിക് പാണ്ഡെ കേട്ട് നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നുണ്ടല്ലേ. ഓക്കെ. കുവൈറ്റിലെ പുതിയ ഇന്ത്യൻ അംബാസഡറായി സിബി ജോർജ്. കുവൈറ്റിലേക്കുള്ള പുതിയ ഇന്ത്യൻ അംബാസഡർ സിബി ജോർജ്. 800 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഔഷധ ഗുണമുള്ള സസ്യങ്ങളും മരങ്ങളും വെച്ച് പിടിപ്പിച്ച് ഹെർബൽ റോഡ് നിർമ്മിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഹെർബൽ റോഡ് 800 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിൻ്റെ ഇരുവശങ്ങളിലും ഔഷധ ഗുണമുള്ള സസ്യങ്ങളും മരങ്ങളും വെച്ച് പിടിപ്പിച്ച് ഹെർബൽ റോഡ് നിർമ്മിക്കുന്നത് ഉത്തർപ്രദേശാണ്. കുറഞ്ഞ നിരക്കിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ, ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കുറഞ്ഞ നിരക്കിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്താദ്യമായി
കൊക്കോണിക്സ് എന്ന പേരിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കി. കൊക്കോണിക്സ്. കെൽട്രോണും UST ഗ്ലോബൽ, ഇൻഡൽ, KS, IDC, അക്സിലറോൺ എന്നിവരാണ് പങ്കാളികൾ. കൊക്കോണിക്സ് എന്നുള്ള പേര് മറക്കരുത് കേട്ടോ. കുറഞ്ഞ നിരക്കിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുന്ന സർക്കാരിൻ്റെ പിന്നെ കേരള സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് നടപ്പാക്കിയ കൊക്കോണിക്സ് കേരളത്തിലല്ലേ. ഓക്കെ. കേരള പോലീസ് നൽകി വരുന്ന ഇവിടെ രാജ്യത്ത് ആദ്യമായി കൊക്കോണിക്സ് എന്ന പേരിൽ ലാപ്ടോപ്പ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്ത് ആദ്യമായി കൊക്കോണിക്സ് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് കേട്ടോ. ഓക്കെ. ആ രാജ്യം എന്ന് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് അതാ മനസ്സിലായല്ലോ അല്ലേ. കുറഞ്ഞ നിരക്കിൽ ലാപ്ടോപ്പുകൾ വിപണിയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്താദ്യമായി. ആ രാജ്യം കണ്ടതുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നത് കേട്ടോ. ഓക്കെ. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പോൾ ആപ്പ് എന്ന് ഓർത്താൽ മതി. ഈ ഇല്ലാണ് പിന്നെ പോൾ ആപ്പ് എന്ന് ഓർത്താൽ മതി. POLAPP. ബുള്ളറ്റിൽ കൊടുത്തിരിക്കുന്ന പൊല്ലാപ്പ് എന്നാണ്. പൊല്ലാപ്പ്. ഓക്കെ. എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. കേരള പോലീസ് നൽകി വരുന്ന വിവിധ സേവനങ്ങൾ ഒരൊറ്റ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാക്കുക. ഓക്കെ. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച അക്ഷരവൃക്ഷം പദ്ധതിയിൽ 10 വാല്യങ്ങളായുള്ള പുസ്തകങ്ങളെല്ലാം പുറത്തിറക്കി. ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിൽ അവധിക്കാലം ചെലവഴിക്കേണ്ടി വന്ന കുട്ടികളുടെ സർഗശേഷി പ്രകാശിപ്പിക്കാനായിരുന്നു അക്ഷരവൃക്ഷം. എന്താണ് അക്ഷരവൃക്ഷം? ലോക്ക്ഡൗൺ കാലത്ത് വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവധിക്കാലം ചെലവഴിക്കുന്ന കുഞ്ഞുങ്ങളുടെ സർഗശേഷി പ്രകാശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അക്ഷരവൃക്ഷം. 10 വാല്യങ്ങളായുള്ള പുസ്തകമാണ്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ. മുൻ പ്ലാനിംഗ് കമ്മീഷൻ അംഗം A. വൈദ്യനാഥൻ കോയമ്പത്തൂരിൽ മരണമടഞ്ഞു. മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ്, സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു. 2004 സഹകരണ ക്രെഡിറ്റ് സ്ഥാപനങ്ങളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടിയുള്ള ദൗത്യസേനയുടെ ചെയർമാനായി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻറ്റ്സൊക്കെ നിങ്ങൾ അക്ഷരവൃക്ഷം, പോൾ ആപ്പ്, കൊക്കോണിക്സ്, ഉത്തർപ്രദേശ്, ഹെർബൽ റോഡ് ഉത്തർപ്രദേശ്, പിന്നെ കുവൈറ്റിലെ പുതിയ ഇന്ത്യൻ അംബാസഡർ CB ജോർജ്, കൃതിക് പാണ്ഡെ, ദ ഗ്രേറ്റ് ഇന്ത്യൻ ടീ ആൻഡ് സ്നേക്ക്, അതുപോലെ തന്നെ 1+1 ചാനൽ പ്ലാൻ, 12 DTH ചാനൽ, അത് ഫസ്റ്റ് ബെല്ല്, പിന്നെ കുടുംബാരോഗ്യ കേന്ദ്രം രണ്ടാമത് ചോക്കാട്, ബെബിക്യൂ കെയർ കോഡ്, കൂടെയുണ്ട് അംഗൻവാടികൾ വീട്ടിലിരിക്കുന്ന ഗർഭിണികൾ കുട്ടികൾക്കൊക്കെ, അത് ടിനു യോഹനാൻ കേരള ടീമിൻ്റെ പുതിയ കോച്ച്, K-ഫോൺ സൗജന്യ ഇൻ്റർനെറ്റ് ഒരു മൗലിക അവകാശമാക്കുന്ന ആദ്യ സംസ്ഥാനം. പിന്നെ അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട പോയിൻറ്റുകളൊക്കെ സ്വകാര്യ ബസ് ചാർജ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് എല്ലാം ഒന്നോർത്ത് വെക്കുക. പ്രയോജനപ്രദമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയിൽ കാണാം. അടുത്ത ദിവസം നമുക്ക് ഓഗസ്റ്റ് മാസത്തിൽ പഠിച്ചെടുക്കാം. താങ്ക് യു.